തിരുവനന്തപുരം ഭീമാപള്ളി സ്വദേശിനിയായ റഹിമ ബീവി പരിചയക്കാരൻ മുഖേന സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്കായിട്ട് പോയിട്ട് 3 മാസത്തോളമായി. മതിയായ ഭക്ഷണമോ വിശ്രമമോ ലഭിക്കാതെ സ്പോൺസറിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങളേറ്റ് കഷ്ടപ്പെട്ടിട്ടാണ് റഹിമ ബീവി ഇപ്പോൾ. കൃത്യമായ ശമ്പളം പോലും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന റഹിമ ബീവിയുടെ വിശദാംശങ്ങൾ നമ്മോട് സംസാരിക്കാനായി മകൾ ജാസ്മിനും മകൻ അനീഷുമുണ്ട്. നമുക്ക് ചോദിക്കാം. റഹിമ ബീവി ഇതിനു മുമ്പ് പോയിട്ടുണ്ടാവോളെ? അവിടെ പോയിട്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. നജറാൻ. ഇപ്പൊ അമല എവിടെയാണത്? സൗദിയിലാണ്. അമൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണെന്ന് മാത്രമേ വിസ കോപ്പി നോക്കിയപ്പോ അറിയാൻ പറ്റുന്നുള്ളൂ. ആരെ കൊണ്ടുപോയത്? അയാളെ പേരെന്താ? സഫറുള്ള. എത്ര രൂപ കൊടുത്തു? ഇല്ല, നമ്മളെയൊന്നും ഒരു പൈസയും വാങ്ങിയില്ല. പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഈ സഫറുള്ള ഇപ്പൊ എന്താ പറയുന്നത്? ഞങ്ങള് ഉമ്മായ ആദ്യം വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഉമ്മായ വിളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവരുമ്മ 2-3 പ്രാവശ്യം കരയും ബഹളമൊക്കെ വെക്കുകയൊക്കെ ചെയ്തതിനു ശേഷം സിമ്മ് വാങ്ങിക്കൊടുത്തു. സിമ്മ് വാങ്ങിക്കൊടുത്തപ്പോൾ എൻ്റെ വിളിച്ച് പറഞ്ഞ് ആഹാരങ്ങളൊന്നും കഴിക്കാൻ തരത്തില്ല, വെറും ജോലി മാത്രമേ ഉള്ളൂ. ആഹാരം ആഹാരമൊന്നും തരത്തില്ല, ഭയങ്കര ജോലി ഭാരം മാത്രമേ ഉള്ളൂ. അവർ സമയത്തിന് ആഹാരം തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട്, ഞാൻ വീട്ടിൻ്റെ അടുത്താണ് ഈ മാമയുടെ സഹോദരിയുടെ വീട്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു, മാമി ഇത്ര ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ഉമ്മയെ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ഞങ്ങളെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ അറിയാഞ്ഞിട്ടാണ് ഉമ്മയെ പറഞ്ഞു വിട്ടത്. ഇത്രയും കഷ്ടപ്പെടുത്താനായിട്ട് ഉമ്മയെ പറഞ്ഞു വിടണ്ട, കയറ്റി വിട്ടിയരി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവര് അവരെ സഹോദരനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പം പറഞ്ഞു, ഇല്ല, അത് നല്ല ആളുകളാ, നല്ല അറബിയാ, ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാ. അപ്പം ഈ മാമാക്ക് വിസ കൊടുത്തത് വേറൊരു ഏജൻസിക്കാരനാണ്. അപ്പം അയാളെ ഞാൻ വിളിച്ചു. അയാളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്ക് നാട്ടിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അയാൾ അവിടുത്തെ പോലീസാന്ന് പറഞ്ഞു, അറബി. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഉമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മ ഇയാൾ അവിടുത്തെ അറബി അവിടുത്തെ പോലീസാന്നാ പറയുന്നത്, അങ്ങനെ വല്ലതും ആണോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല, അയാൾ ഇവിടെ എവിടെയാണ് എനിക്ക് ജോലിയെന്ന് എനിക്കറിയത്തില്ല. അയാൾ വെള്ളിയാഴ്ച വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകും. പിന്നെ എങ്ങോട്ടാണ് ജോലിക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെ നല്ലപോലെ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പം 5 മക്കളുണ്ട് അദ്ദേഹത്തിന്. അപ്പം 2 പെൺകുട്ടികൾ. ആ ഒരു കുട്ടിയുടെ വിവാഹം അവിടെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പം അമ്മ പറഞ്ഞു, ആ പെരുന്നാൾ കഴിയുന്നത് വരെ, വിവാഹം കഴിയുന്നവരെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഞാൻ നാട്ടിൽ വരാൻ പറ്റുമെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ശരിയെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മാരെ വിളിയൊന്നും വരുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഉമ്മാരെ ചോദിച്ചു, എന്തും ശമ്പളമൊന്നും അയക്കണില്ലേ, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ, എനിക്ക് അടുത്തുള്ളവർക്കൊക്കെ കടം കൊടുക്കാറുണ്ട്, അപ്പം നിങ്ങളിന്ന് ശമ്പളം അയക്കണില്ലേ? അല്ല മോളെ, ശമ്പളം അയച്ചായിരുന്നു. 30 രൂപ ശമ്പളം എന്നും പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അത് 15 രൂപയായി. അപ്പം ഞാൻ 15 ആയാലും കുഴപ്പമില്ല, അമ്മ അവിടെ മര്യാദയ്ക്ക്. ഞാൻ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം ആഹാരം തന്നെ ഉണ്ടോ? പഴയതുപോലെ തന്നെ. എനിക്ക് BP ഒക്കെ കൂടി ഞാൻ ആശുപത്രിയിലായിരുന്നു. നിങ്ങൾ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ അവർ കാർഡൊന്നും വാങ്ങിയിട്ട് തരൂല. കാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ പറയണോണ്ടാണ് നിങ്ങൾ ഏജൻസിൻ്റെ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം. അതുകൊണ്ട് അവർ പറഞ്ഞു, കാർഡൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല, 2 മക്കളേ ഉള്ളൂ, നിങ്ങൾ കാർഡൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരിൽ പറയുക, ഞങ്ങൾക്ക് നിങ്ങളെ കയറ്റി വിടാൻ, ഇവിടെ വരുത്താൻ 2 ലക്ഷം രൂപ ആയി, അത് നിങ്ങൾ തന്നെ ഞാൻ നാട്ടിൽ വിടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ ഇത്രയും പറയുമ്പോൾ എന്റെയിലാണ് ഇതെല്ലാം വിളിച്ച് പറയുന്നത്. ഞാൻ ഒരാൾ വേണം ഇതിനെല്ലാത്തിനും, അവിടെ പറയണം, ഇവിടെ പറയണം, എന്തിനും ഞാൻ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ മാമന്മാരും അവിടെയൊക്കെയാണ് ജോലിക്ക് നിൽക്കുന്നത്, സൗദിയിലുണ്ട് മാമാര്. അപ്പം ഞാൻ എൻ്റെ മാമാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ ഇത്രയും ബുദ്ധിമുട്ടാണ്, ഉമ്മയെ ഇത്തിരി വിളിച്ചിട്ട് മാമ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഉമ്മയെ ഇത്തിരി കയറ്റി വിടാൻ പറ്റുമെങ്കിൽ കയറ്റി വിടാവൂന്ന് ചോദിച്ചു. അത് നീ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ എൻ്റെ വിളിച്ച് പറയുന്നു. ഞാൻ അങ്ങനെ എനിക്ക്
തനിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയായോണ്ട് ഞാൻ ഒരു മാമൻ്റെ പോയി ചോദിച്ചപ്പോൾ ആ മാമനാണ് പറഞ്ഞത്, നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അവരന്വേഷിക്കാന്നേ പറയുള്ളൂ, നീ പ്രവാസിയിലോട്ട് വന്ന് അവിടെ ഡീറ്റെയിൽസ് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. 17 കൊല്ലമായി ഈ പ്രവാസ ലോകം തുടങ്ങി. 18 വർഷത്തെ ആയാൽ പോകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രവാസ ലോകത്തിൽ ഈ ഒരു വർഷം 86 കേസുകളാണ് സ്ത്രീ പീഡനത്തെക്കുറിച്ച് വന്നിട്ടുള്ളത്. സ്ത്രീകളെ കൊണ്ടുപോകുക, പീഡിപ്പിക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കുക, ശമ്പളം കൊടുക്കാതിരിക്കുക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും. അതുമാത്രമല്ല, കൊണ്ടുപോകുന്നത് തന്നെ ഇവിടുന്ന് ചെന്നൈക്ക് കൊണ്ടുപോവുക, ചെന്നൈയിൽ നിന്ന് ബോംബെക്ക് കൊണ്ടുപോവുക, ബോംബെയിൽ നിന്ന് കുവൈറ്റിൽ കൊണ്ടുപോവുക, കുവൈറ്റിൽ നിന്ന് സൗദി അറേബ്യ, ഇത്തരത്തിലുള്ള റാക്കറ്റ് ഒട്ടനവധി സ്ത്രീകളെ ആയി ബന്ധപ്പെട്ട് വരുന്നു. പ്രത്യേകിച്ച് ട്രാവൻകൂർ ബേസ്ഡ് ഇടുക്കി പോലുള്ള വളരെ തലകളിൽ നിന്നാണ് ഭൂരിപക്ഷ കേസുകൾ ഞങ്ങൾ വന്നത്. ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് എല്ലാ ഭരണകൂട നിർവഹിക്കുന്ന ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. എനിക്കിത് പറയാനുള്ളത്, നോർക്കയിൽ ഇതിന് സ്പെഷ്യൽ ബ്രാഞ്ച് SP ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, IGO SP. അദ്ദേഹത്തെ നിങ്ങൾ പോയി കണ്ട് ഈ പരാതി കൊടുക്കണം. നോർക്ക സെല്ലിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. നമ്മൾ ആളുകൾ, സ്ത്രീകൾ ജോലിക്ക് കൊണ്ടുപോകണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. പോയ ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ. അതുപോലെ ഇവർക്ക് തല്ലാനുള്ള അല്ല മലയാളികൾ. അറബികൾക്കോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സ്പോൺസർമാർക്കോ അടിക്കാനുള്ളതല്ല ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷന്മാർ തല്ലിയാൽ തിരിച്ചല്ല എന്നുള്ള അഭിപ്രായം എനിക്ക്, അതുപോലൊന്നും യാതൊരു സംശയം എനിക്കില്ല. പുരുഷന്മാർ, സ്ത്രീകളെന്ത് ചെയ്യും? പാവങ്ങൾ അടിക്കുക, കുത്തുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, തുപ്പുക, ഇസ്തിരിപ്പെട്ടി കൊണ്ട് ചൂട് വയ്ക്കുക, ഇതൊക്കെ ഒരു പരിധിയില്ലേന്ന് മനുഷ്യനെ സഹിക്കുന്നതിന്. ഇവിടെ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നതിന് ഒരാൾക്കൊരു സ്ത്രീകളെ കൊണ്ടുപോയി ഇവിടുത്തെ എത്രയോ മഹിളാ സംഘടനകൾ, ഞാൻ എത്രയോ പ്രാവശ്യം, ഇവരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. വലിയ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയിട്ട് 86 സ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് എഴുതുന്നുണ്ട്. എത്ര ഉണ്ടാവും? അപ്പോൾ ഒരു സ്ത്രീ സംഘടന എന്നെ ഇതുവരെ വിളിക്കുകയോ പ്രവാസ ലോകത്തിൽ വരികയോ ഒരു പത്രമാധ്യമങ്ങളിലൂടെ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് ശബ്ദമുയർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ആരും ചെല്ലാറില്ല. ഈ മനുഷ്യരായും ഒരു പരാതികളായിട്ട് ഇവിടുത്തെ സ്ത്രീ സംഘടനകളുടെ അടുത്തേക്ക് ചെല്ലാറില്ല. എത്ര ആളുകളുണ്ട്? അത് പേരൊക്കെ ഞാൻ പറയണം. ഇതൊക്കെ സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ റഹിമ ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമുള്ള ആളാണ്, അവർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവരിത്തരത്തിലുള്ള പരാതിയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ്. ഇവർ 2 മക്കൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ മണ്ടത്തരാകുന്നത്. സഫറുള്ള ഫോൺ എടുക്കാതിരിക്കുന്ന മര്യാദ. നിങ്ങൾ ആളെ കൊണ്ടുപോകണമൊക്കെ നല്ല കാര്യം, കൊണ്ടുപോകുമ്പോൾ ജോലി ചെയ്തൊക്കെ, പക്ഷെ കൊണ്ടുപോയ ആളുകൾ സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ഏജന്റുമാർക്കുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കാം. അത് അവരുടെ ഫോൺ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ളത് അതൊരു ശരിയായ രീതിയല്ല എന്ന് ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ കൊണ്ടുപോയ ആൾക്ക് നല്ല ജോലി വാങ്ങിക്കൊടുക്കുക, ഒക്കെ നല്ല അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇതാണ്. സ്ത്രീകൾ ജോലിക്ക് പോകണം എന്ന അഭിപ്രായമുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ അവർ ഇത്തരത്തിൽ വളരെ അപകടകരമായ നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ അവിടെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള ഒരാൾ ഒരു പരാതി പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യില്ലല്ലോ അതിന് മര്യാദ. അവരെങ്ങനെ നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ. അപ്പോൾ കഴിയുന്നതും വേഗം റഹ്മാബിയെ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ പ്രവാസ ലോകം പ്രവർത്തകർ പങ്കാളികളാവണം. സഫറുള്ളയുടെ പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് വിദേശകാര്യ വകുപ്പിൻ്റെയാണ് ഇതിൻ്റെത്. എങ്കിൽ പോലും നോർക്കക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോർക്കയുടെ അതിലെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ വിദേശികളുടെ
കേസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പോയി നിങ്ങൾ പരാതി കൊടുക്കണം, നോർക്ക സെല്ലിൽ പോയിട്ട് പരാതി കൊടുക്കണം. അദ്ദേഹം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കുന്നത്.